പാറശാല ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ ഒരേ സമയം കാമുകൻ ഷാരോണിനെയും പട്ടാളക്കാരനായ പ്രതിശ്രുത വരനെയും ചതിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് കേസന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി കെ.ജെ. ജോൺസൺ. പാറശാലയിൽ കാമുകൻ ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കാമുകി ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിക്ഷാവിധി വരാനിരിക്കെ കേസന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി കെ.ജെ. ജോൺസൺ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഷാരോൺ കേസിൽ ഗ്രീഷ്മ നടത്തിയ വഞ്ചനയുടെയും പ്രേമ നാടകത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിടുന്നത്. പട്ടാളക്കാരനുമായി വിവാഹ നിശ്ചയം നടന്നിട്ടും ഷാരോണുമായി രാത്രിയിൽ മണിക്കൂറോളം ഗ്രീഷ്മ സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മ സമ്മതിച്ചത്. ആദ്യമൊക്കെ കുറ്റം സമ്മതിക്കാതിരുന്ന ഗ്രീഷ്മ ഒടുവിൽ താൻ ചെയ്ത ഓരോ ചതിയുടെ കാര്യങ്ങൾ നിവർത്തികേട് കൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ തുറന്നു പറഞ്ഞത്. മാത്രമല്ല ഷാരോണിൽ നിന്നും തനിക്ക് യാതൊരുവിധ ബ്ലാക്ക് മെയിൽ നടന്നിട്ടില്ല എന്നും ഗ്രീഷ്മ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മുൻപ് ക്രിമിനൽ പശ്ചാത്തലത്തിൽ അല്ലായിരുന്നു എന്ന വാദമൊന്നും ഇവിടെ പ്രസക്തമല്ല. വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ശിക്ഷ ഇളവ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള അവസരമായിരിക്കും പ്രതിക്ക് കിട്ടുക. പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ തെളിവും ശേഖരിച്ചുകൊണ്ടിരുന്നു. ഗ്രീഷ്മ പറയുന്ന ഓരോ കാര്യങ്ങൾ ശരിയാണെന്ന് തിരക്കാൻ പ്രത്യേക ടീമിനെ അടക്കം നിയോഗിച്ചു. പിടിച്ചു നിൽക്കാനാകാതെയാണ് എല്ലാ ഉത്തരവും മുട്ടിയ അവസ്ഥയിൽ ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുന്നത്. പൂർണ്ണമായും അങ്ങനെ പ്രതി പറഞ്ഞില്ല, പക്ഷേ ചെയ്തു എന്ന് സമ്മതിക്കുകയായിരുന്നു ചെയ്തത്. സമ്മതിക്കാതിരിക്കാൻ ഗ്രീഷ്മയ്ക്ക് കഴിയില്ലായിരുന്നു. കാരണം ഷാരോണുമായി ഗ്രീഷ്മ പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നേരിട്ട് അന്വേഷണം നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അവിടുന്ന് തെളിവുകളടക്കം ശേഖരിച്ചിരുന്നു. നിസാരമെന്ന് തോന്നുന്ന സാക്ഷികളോട് പോലും സംസാരിച്ചിരുന്നു. ഓരോ തെളിവും വിട്ടുപോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിയ ബാത്റൂമിൽ കയറി ലൈസോൾ കുടിക്കുകയും ചെയ്തു. വിവാഹ നിശ്ചയം നടന്ന സമയത്ത് പോലും ഷാരോണുമായി ഗ്രീഷ്മ രാത്രിയിൽ 1 മണിക്കൂർ സംസാരിച്ചിരുന്നു. തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായി സംസാരിച്ചിരുന്നു. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം പരമാവധി കുറവ് ശിക്ഷ തനിക്ക് വേണമെന്നൊരു അപേക്ഷയുമായിട്ടായിരുന്നു ഗ്രീഷ്മ ഇന്ന് കോടതിയിലെത്തിയത്. ശിക്ഷാവിധിയുടെ വാദത്തിനിടെ ഗ്രീഷ്മയുടെ വക്കീൽ ഈ അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചു. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം. ഇത് കണക്കിലെടുത്ത് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നായിരുന്നു അഭ്യർത്ഥന. എന്നാൽ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചത്. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊല നടപ്പിലാക്കിയത്. പ്രതി ഒരു ദൈവം അർഹിക്കുന്നില്ല. കേസാകട്ടെ അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദവും. മാത്രമല്ല ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്ന് വരെ പ്രോസിക്യൂഷൻ വിശദീകരിച്ചു. ജീവനതുല്യം ഗ്രീഷ്മയെ സ്നേഹിച്ച യുവാവിനെയാണ് കൊന്നത്. ക്രൂരയായ കുറ്റവാളിയാണ് ഗ്രീഷ്മ. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഗ്രീഷ്മ ആ അറിവ് വിനിയോഗിച്ചത് കൊലപാതകത്തിനെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചത്. അതേസമയം ഇല്ലാത്ത കഥകളായിരുന്നു ഷാരോണിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചത്. അതായത് ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നായിരുന്നു ഗ്രീഷ്മ കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരോൺ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും കോടതിയിൽ വാദിച്ചു. തന്റെ വിദ്യാഭ്യാസ രേഖകൾ ഗ്രീഷ്മ കോടതിക്ക് കൈമാറി. കേസിൽ ഗ്രീഷ്മയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന 3-ാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണ് എന്നായിരുന്നു നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻ കോടതി കണ്ടെത്തിയത്. എന്നാൽ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ കോടതി കുറ്റവിമുക്തയാക്കുകയായിരുന്നു. ശിക്ഷാവിധിക്ക് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഡീഷണൽ സെക്ഷൻ ജഡ്ജിയുടെ ചോദ്യത്തിനോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി നൽകുകയായിരുന്നു എന്നായിരുന്നു ഗ്രീഷ്മ വ്യക്തമാക്കിയത്. ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയായിരുന്നു. അതേസമയം കൊലപാതകം, വിഷം നൽകൽ, തട്ടിക്കൊണ്ടുപോകൽ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങി ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിഞ്ഞതായിട്ടാണ് കോടതി കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ശിക്ഷാവിധി തിങ്കളാഴ്ച തന്നെ പ്രഖ്യാപിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.